സാക്ഷിക്കും, മനുഷ്യ നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് മടങ്ങും. സഭാപ്രസംഗന്റെ പുസ്തകം സഭാപ്രസംഗി 12-ാം അധ്യായം വായിച്ച് സഹായിക്കണം. സഭാപ്രസംഗകൻ 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം മരണത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. ഞാൻ വായിക്കാം. സഭാപ്രസംഗകൻ 12:1 മുതലുള്ള വാക്യങ്ങൾ. സഭാപ്രസംഗൻ 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ ഓർക്കണം. അടുത്ത് ഇനി ഓരോ വാക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. സൂര്യനും ചന്ദ്രനും പ്രകാശവും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും, വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. എന്ന് ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഉപമകളാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശവും ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. അതായത് മൊത്തത്തിൽ ഈ വയസ്സാകുമ്പോൾ ഒരു അന്ധകാരമാവും, പഴയ പോലെ ഒരു പ്രകാശമില്ല, എല്ലാം ഇരുട്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാൻ കല്ല് പോലും ദഹിക്കുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നാ കഴിച്ചാലും ദഹിക്കത്തില്ല. ഇപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷെ വയസ്സായി കഴിയുമ്പോൾ ആഗ്രഹിച്ച ഭക്ഷണം കൊണ്ട് വിളമ്പി കൊടുത്താലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം കഴിക്കുന്നില്ല. അമ്മ പറയുന്ന അടുത്ത് ഇപ്പം ഒന്നും വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, എന്നെ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയാണ്, ഒന്നും വേണ്ട, ഒന്നിനും ഒരു രുചിയില്ലെന്നൊന്നിന്. പണ്ടൊക്കെ കഷ്ടപ്പാടായിരുന്നു. അന്ന് ആഗ്രഹിക്കുന്ന ഭക്ഷണമൊന്നും ചിലപ്പോൾ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ അതങ്ങനെ ഒരു കാലം വരും. അതായി പറയുന്നത്. സൂര്യനും ചന്ദ്രനും പ്രകാശവും നക്ഷത്രങ്ങളും എല്ലാം ഇരുണ്ടുപോകും, വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. മേഘങ്ങൾ വീണ്ടും വരും. അടുത്ത വാക്യം, വീട്ടുകാവൽക്കാർ വായിച്ചോ. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും. വീട്ടുകാവൽക്കാർ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ. വീട്ടുകാവൽക്കാർ ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിക്കും. മനസ്സിലായില്ലേ? എനിക്ക് കണ്ണാടി വേണ്ടായിരുന്നു. ഇപ്പോൾ പുസ്തകത്തിൽ നോക്കുമ്പോൾ അക്ഷരങ്ങൾ ഓടുക. അപ്പോൾ ഒരാളോട് ചോദിച്ചോ, പറഞ്ഞു 40 കഴിഞ്ഞോ എന്ന് ചോദിച്ചു. 40ഒക്കെ പണ്ടേ കഴിഞ്ഞാണ്. അത് 40 കഴിഞ്ഞാൽ അങ്ങനെയാന്ന് പറഞ്ഞു. മറ്റേ ഇപ്പോൾ ഒരു ഊഹം വെച്ച് വായിച്ച് പോന്നതാണ്. കണ്ണാടിയില്ല, പറ്റത്തില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിച്ചു തുടങ്ങി. മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ ചോദിക്കേണ്ടി വരികയാണ്. കണ്ണുമങ്ങ